കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലായി, നമ്മുടെ ഹൃദയത്തിന് ബലമായി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന, പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5 അധ്യായം 36 വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ചില ദൂതുകൾ, അത് ഹൃദയത്തെ തൊടുവാനും ജീവിത നിലവാരങ്ങളിൽ അസാധാരണമായ വിടുതലിന് കാരണമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വചനത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ വാക്ക് കാര്യമാക്കാതെ ഇന്ന് ഹൃദയതലത്തിലേക്ക് ഈ ദൂത് പരിശുദ്ധാത്മ പകരുക. ദൈവത്തിൻ്റെ പൈതലെ, ചില വാക്കുകൾ, ചില വ്യക്തികളുടെ വാക്കുകൾ കാര്യമാക്കിയത് നിമിത്തമുള്ള ഹൃദയത്തിൽ ഇന്നും മുറിവോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. ചില വാക്കുകൾ ചേർന്ന് നിൽക്കുന്നവർ, പ്രതീക്ഷിക്കാത്ത വ്യക്തി ജീവിതങ്ങളുടെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഹൃദയത്തിൽ ആഴമേറിയ മുറിവുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വർഷങ്ങളായി കേട്ട വാക്കുകൾ, അത് മുറിവ് ഉണങ്ങാതെ ഇന്നും ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് ഹൃദയതലത്തിൽ നിന്ന് ആ മുറിവിനെ ഉണക്കുക, ആ തലത്തിൽ നിന്നൊരു വിടുതൽ കൽപ്പിക്കുക ഇന്ന് ആഗ്രഹിക്കുക. ആ മുറിവ് ദൈവത്തിൻ്റെ പൈതലേ ആത്മീയ ഉയർച്ചയ്ക്കും ഭൗതിക വാഗ്ദത്തങ്ങളുടെ വിഘ്നത്തിനും ഇടയായിത്തീരുമെന്നുള്ള ഉത്തമ ബോധ്യം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകരുക. അത് മനസ്സിൻ്റെ ധൈര്യത്തെ കെടുത്തും. വാഗ്ദത്തങ്ങളുടെ വഴി കാണാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ വെളിപ്പെട്ടു വന്നേക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ദൂത് എൻ്റെ ഹൃദയത്തിൽ ചില വാക്കുകൾ നിമിത്തമുള്ള മുറിവുകൾ, അതിനെ ദൈവം തുടച്ചു മാറ്റത്തക്ക നിലയിലുള്ള ആഴമായ ഏൽപ്പിക്കപ്പെടുന്ന, സമർപ്പിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. യേശു പറഞ്ഞു, ആ വാക്ക് കാര്യമാക്കാതെ, ആ വാക്ക് കാര്യമാക്കാതെ. പരിശുദ്ധാത്മ പറയുന്നു, ആ വാക്കുകൾ കാര്യമാക്കാതെ. തലമുറ പറഞ്ഞതായിരിക്കുക, കുടുംബക്കാർ പറഞ്ഞതായിരിക്കുക, ചാർച്ചക്കാർ പറഞ്ഞതായിരിക്കാം. ദൈവത്തിൻ്റെ പൈതലെ, ആ വാക്ക് കാര്യമാക്കാതെ മുമ്പോട്ട് നീങ്ങിയ വെളിപ്പെടുന്ന അത്ഭുതം, കൺമുമ്പിൽ കാണാൻ പോകുന്ന അതിശയങ്ങൾ, ദൈവപ്രവർത്തികൾ, അത് ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതായിരിക്കും, ഏറ്റവും വിലയേറിയതായിരിക്കും. എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി, എൻ്റെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ആഴമേറിയ മുറിവുകളെ പരിശുദ്ധാത്മാവ് ഉണക്കുന്ന നിലയിൽ, ആ വേദനയെ എടുത്തു മാറ്റുന്ന നിലയിൽ ദൈവിക സ്പർശനം ഈ വചനത്തിലൂടെ കർത്താവ് പകരുന്നു. ദൈവിക വിടുതൽ ഈ വചനത്തിലൂടെ ആ ഹൃദയത്തിൽ ദൈവം പകരുക. ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, അത് കാര്യമാക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ചില കാര്യങ്ങളുടെ മേൽ ഇപ്രകാരമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും പറയാൻ കഴിയത്തില്ല, ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ഒന്നും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല, ഒന്നും നിരൂപിക്കാൻ കഴിയത്തില്ല. ആ വിഷയം എന്തായിത്തീരുമെന്ന് യാതൊരു പിടിയും കിട്ടത്തില്ല. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചിന്തിക്കുമ്പോൾ
ആകുലതകൾ വരുമ്പോൾ, നിരൂപിക്കുമ്പോൾ ഹൃദയം മനസ്സ് വളരെ തളർന്നു പോകുന്നു. ദൈവത്തിൻ്റെ വൈദ്യലെ പരിശുദ്ധാത്മാവ് അവസ്ഥയറിഞ്ഞ് സംസാരിക്കുക. ദൈവത്തിൻ്റെ ദൂത് സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ആ വിഷയത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, എപ്രകാരം അത് ക്രമീകരിക്കപ്പെടും, ഏത് തലത്തിലത് നീക്കുപോക്ക് സംഭവിക്കും, ഇപ്രകാരമുള്ള ചിന്തകളെ കൊടഞ്ഞു കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുക്കട്ടെ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് അത്ഭുതം നടക്കും. ദൈവം ഉചിതമായി ചെയ്യും. കർത്താവിൻ്റെ കരങ്ങളിൽ വഴിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അതിന്മേൽ സംഭവിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വൈദ്യലെ കാണാൻ പോകുന്നത് മറ്റുള്ളവർ പറഞ്ഞതല്ല, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളല്ല കാണാൻ പോകുന്നത്. വിശ്വസിച്ചതാ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. ദൂതേറ്റെടുത്തു. അത്ഭുതമുണ്ട്, ഈ വചനത്തിൽ അത്ഭുതമുണ്ട്. പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവർ പറഞ്ഞു ഇനി അത് നടക്കത്തില്ലെന്നായിരിക്കുക, പക്ഷെ അതിൽ വിശ്വസിക്കാൻ പറ്റുമോ? അതിൽ വിശ്വാസത്തോടെ അതിനെ കാണാൻ പറ്റുമോ? സംഭവിച്ചിരിക്കും, നടക്കും. അപ്രകാരമുള്ളൊരു ദൈവപ്രവർത്തിയാ കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. വചനം വിടുതലായി തീരട്ടെ, ചൈതന്യമായി തീരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച ദൈവമക്കളുടെ വിഷയങ്ങളെല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ തരുകയാ. ഒരത്ഭുതം നടക്കണം, ഒരു ദൈവപ്രവർത്തി നടക്കണം. ആ വിസയുടെ വിഷയത്തിന്മേൽ ദൈവകരം ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ പ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.